നമസ്കാരം. സർക്കിളിന്റെ ഒരു 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പായിട്ട് വി ആർ സം ബേസിക് കോൺസെപ്റ്റ്സ്, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി ഞാൻ ഒന്ന് ഉറപ്പിക്കാം. നോക്കാം, നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. കൺസിഡർ എ സർക്കിൾ സി വിത്ത് സെന്റർ സി. See, if I am taking any two point here, A എന്നുള്ള പോയിന്റ് എടുത്തു, ഇവിടെ B എന്നുള്ള പോയിന്റ് എടുത്തു. A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും. ഈ A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും നമ്മൾ സർക്കിളിൽ 2 പോയിന്റ് ആക്കി എടുത്തേക്കാണ്. നമ്മൾ വള കണ്ടല്ലോ, വള. ഈ വളയുടെ ഈ എൻഡും ഈ എൻഡും കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു പോർഷൻ ആയിട്ട് കിട്ടും അല്ലേ? AB ആയിട്ട് കിട്ടില്ലേ? ഈ കഷ്ണത്തിനെ നമ്മൾ എന്താ പറയുക, സർക്കിളിന്റെ ഇറ്റ് ഇസ് നോൺ ആസ് ദി ആർക്ക്. എന്താ വിളിക്കുക? ആർക്ക് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ആർക്ക് എന്ന് വിളിക്കുക. ആർക്ക് ഓഫ് എ സർക്കിൾ, ആർക്ക് ഓഫ് സർക്കിൾ എന്നാണ് വിളിക്കുക. അപ്പൊ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദി പോർഷൻ ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ ഒരു ഭാഗമാണ് എന്ത് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോയിന്റ് എടുത്ത് പറയാണ്. ഇപ്പോ AEB is a arc. AEB എന്ന് പറയുന്നത് ഒരു ആർക്കാണ് സർക്കിളിന്റെ. അപ്പൊ ഈ ഇത്രയും ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഭാഗം ഇവിടെ ഉണ്ട് അല്ലെ? വേണമെങ്കിൽ നമുക്ക് AFB എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നത്? AFB. AEB. ഇതിലേതാണ് ചെറുത്? ഇത് AEB. ഇതെന്താണ് ഞാൻ പറഞ്ഞത്? ആർക്ക് ഓഫ് എ സർക്കിൾ, ആർക്ക്. അതുകൊണ്ട് ഈ AEB നമുക്ക് എന്ത് വിളിക്കാം? AEB is known as the മൈനർ ആർക്ക്. മൈനർ ആർക്ക് കഴിഞ്ഞ വർഷം പഠിച്ചുള്ളതാണ്. AEB നമുക്ക് മൈനർ ആർക്ക് എന്ന് വിളിക്കാം, ചെറിയ. ഇപ്പൊ AEB എന്ന് പറയുന്ന ഒരു ആർക്ക്, അതൊരു സർക്കിളിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ മറ്റൊരു ഭാഗം AFB, ഇവിടെ നോട്ടുണ്ട് AFB. ഈ AFB നമുക്ക് ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയാം. എന്താ പറയുക? ആൾട്ടർനേറ്റ് ആർക്ക് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കോംപ്ലിമെന്ററി ആർക്ക്. കോംപ്ലിമെന്ററി ആർക്ക് എന്ന് പറയാം. ആൾട്ടർനേറ്റ് ആർക്ക് ഓർ കോംപ്ലിമെന്ററി ആർക്ക് ഓഫ് ദി അതർ. അപ്പൊ AEBയുടെ കോംപ്ലിമെന്ററി ആർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? AFB. AFB is the complementary arc of AEB, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയാം. ഇനി തിരിച്ചു ചിന്തിക്കാം. AFB എന്ന് പറഞ്ഞ ഒരു ആർക്ക് പറഞ്ഞു വിചാരിക്കാം, അതിന്റെ കോംപ്ലിമെന്ററി ഏതാണ്? AEB എന്ന് പറയാം. AFB എന്ന് പറയുന്ന ആർക്കിന്റെ കോംപ്ലിമെന്ററി ഓർ ആൾട്ടർനേറ്റ് ആർക്കാണ് AEB, ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ AFB is the complementary arc of AEB. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അർത്ഥം ആർക്കുകൾ പറ്റിയിട്ട്. അപ്പൊ ഈ ഒരു ആർക്കിന്റെ കോംപ്ലിമെന്ററി പാർട്ടാണ് ഇത്. ഇനി ഇതിന്റെ പറയുകയാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആണ് എന്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ആർക്കാണ് എന്ത്? ആൾട്ടർനേറ്റ് ആർക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, അപ്പൊ ആർക്ക് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായി. വാട്ട് ഈസ് ആർക്ക്? ആർക്ക് എന്ന് വെച്ചാൽ പോർഷൻ ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ ഒരു ഭാഗമാണ് പ്രശ്നം. അതിന് 2 ഭാഗമുണ്ട്. ഒന്ന് മേജർ ആർക്ക് ഉണ്ട്, മൈനർ ആർക്ക്, ആൻഡ് എന്താണ് പറയാ, മേജർ ആർക്ക്. മൈനർ ആർക്ക് ആൻഡ് മേജർ ആർക്ക്. മൈനറും മേജറും എന്ന് വെച്ചാൽ ചെറുതും വലുതും അർത്ഥം. ഇത് ചെറുത്, വലുത്. 2 പോർഷനുകളും ഈക്വൽ ആയിട്ട് വരുന്നത് എപ്പോഴായിരിക്കും? എപ്പോഴായിരിക്കും ഈക്വൽ ആയിട്ട് വരും? 2 ആർക്കുകളും ഒരേപോലെ വരും. അതേതാണ്? അത് സെന്ററിൽ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ. ക്ലിയർ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. നൗ കൺസിഡർ ദി ആർക്ക് AEB. AEB എന്നുള്ള ആർക്ക് കൺസിഡർ ചെയ്യാം. അതിന്റെ 2 എൻഡ് പോയിന്റ്സ് ആണ് A യും B യും. സി ജോയിൻ ദിസ് A ആൻഡ് C ജോയിൻ ചെയ്തു, അതുപോലെ CB ജോയിൻ ചെയ്തു. യു ഗോട്ട് AC ആൻഡ് CB. AC യും CB യും കിട്ടി. നൗ വാട്ട് ഈസ് ദിസ് ആംഗിൾ ACB? ACB എന്നുള്ള ആംഗിൾ എന്താണ് പറയുന്നത്? ACB. Join AC CB.
യു ഗോട്ട് ആൻ ആംഗിൾ എ സി ബി. ഈ എ സി ബി എന്ന് പറഞ്ഞ ആംഗിളിനെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? എ സി ബി എന്ന് പറഞ്ഞ ആംഗിൾ. ആംഗിൾ എ സി ബി ഈസ് നോൺ ആസ് ഈസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എ ഇ ബി. ഉണ്ടോ? ആർക്കിന് ഇങ്ങനെ ചിഹ്നം. എ സി ബി എന്ന് പറഞ്ഞ ഈ ആംഗിള്, ഈ എ സി ബി എന്ന് പറഞ്ഞ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എ ഇ ബി എന്ന് പറഞ്ഞ എ ഇ ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എ സി ബി എന്ന് പറയുന്നത്. മനസ്സിലായിണ്ടോ? എ സി ബി ഇസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എ ഇ ബിയുടെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ചോദിക്കും, ഈ എ എഫ് ബി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഏതായിരിക്കും? എ എഫ് ബി എപ്പോഴും നമ്മൾ ഈ എൻഡ് പോയിന്റ്സ് നോക്കണം കേട്ടാ. എയും ബിയും അത് സെൻട്രൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, എ എഫ് ബിയുടെ സെൻട്രൽ ആംഗിൾ എവിടെ വരാ? എ എഫ് ബിയുടെ സെൻട്രൽ ആംഗിൾ എ എഫ് ബിയുടെ സെൻട്രൽ ആംഗിൾ ഇതാ വരാ. ഇത് നമ്മൾ വിളിക്കുന്നത് റിഫ്ലക്സ് ആംഗിൾ എ സി ബി എന്ന് പറയാം. റിഫ്ലക്സ് ആംഗിൾ എ സി ബി യുടെ റിഫ്ലക്സ് ആംഗിൾ. അപ്പൊ എ എഫ് ബിയുടെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്, റിഫ്ലക്സ് ആംഗിൾ എ സി ബി. സോ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എഫ് ബിയുടെ സെൻട്രൽ ആംഗിൾ വരിക റിഫ്ലക്സ് എ സി ബി കേട്ടാ. ഇതിന്റെ ഈ ഭാഗം വരരുത്, ഇത് കണ്ടോ, തെറ്റിപ്പോയത്. അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെയാണ് വരിക സെൻട്രൽ. അപ്പൊ എ സി ബി എന്ന് പറയുന്നത് എ ഇ ബിയുടെ സെൻട്രൽ ആംഗിൾ ആണ്. എ എഫ് ബിയുടെ സെൻട്രൽ ആംഗിൾ എവിടെ വരിക? ഇവിടെയാണ്, ഈ ഭാഗത്താണ് വരിക. ശ്രദ്ധിക്കണം. ഒരു ചോദ്യം ചോദിക്കട്ടെ. സപ്പോസ് ആംഗിൾ എ സി ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഇത് ഏത് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്? എ ഇ ബി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 60. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എ എഫ് ബി? എ എഫ് ബി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എഫ് ബി എത്രയായിരിക്കും? 360 മൈനസ് 60 ദാറ്റ് ഈസ് എത്രയാണ് വരിക? 300. കണ്ടോ, ഇത് 300 വരും. ക്ലിയർ? ഇങ്ങനെയാണ് ഈ കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം കേട്ടോ. എ ഇ ബി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എ സി ബി ദാറ്റ് ഈസ് 60. എ എഫ് ബി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്നത് റിഫ്ലക്സ് ആണ്. ഇതിന്റെ റിഫ്ലക്സ് വരും. ദാറ്റ് ഈസ് നമുക്ക് ഇത് മൊത്തം ഒരു പോയിന്റിലുള്ള ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. സോ ഇഫ് ദിസ് ബിക്കം 60 ഇത് ഓട്ടോമാറ്റിക്കലി 300 ആയിരിക്കും. ഗോട്ട് ഇറ്റ്? ആർക്കിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി? അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എ ഇ ബി എ എഫ് ബി രണ്ട് ആർക്ക്. ഇത് ചെറുത് മൈനർ ആർക്ക്, ഇത് വലുത് മേജർ ആർക്ക്. എ ഇ ബിയുടെ ആൾട്ടർനേറ്റ് ഓർ കോംപ്ലിമെന്ററി ആർക്കാണ് എന്ത്? എ എഫ് ബി എന്ന് പറയുന്നത്. തിരിച്ചും പറയാം, എ എഫ് ബി എന്ന് പറഞ്ഞ ആർക്ക് എടുത്താൽ അതിന്റെ ആൾട്ടർനേറ്റ് ആണ് എ ഇ ബി അല്ലെങ്കിൽ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആംഗിൾ മെയ്ഡ് ബൈ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ആൻ ആർക്ക് അറ്റ് ദി സെന്റർ ഈസ് നോൺ ആസ് ദി സെൻട്രൽ ആംഗിൾ. ഉണ്ടോ? ഈ ആർക്കിന്റെ എൻഡ് പോയിന്റ്സ് സെൻട്രലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒന്ന് ഓർമ്മിച്ചത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് കൂടി. ഹിയർ എ ബി is a chord of the circle. Chord എന്ന് പറഞ്ഞാൽ എന്താ? The line segment joining any two points on a circle is known as chord. ഏറ്റവും വലിയ chord ഏതാ സർക്കിളിലെ? Diameter. So diameter divides the circle into two equal parts. ഈ chord സർക്കിളിന് ഈക്വൽ ആണോ ആക്കണത്? അല്ല, ഒരെണ്ണം വലുതാണ്, ചെറുതാണ്, അല്ലെ? അങ്ങനെ ഒരു chord സർക്കിളിന് ഡിവൈഡ് ചെയ്യുമ്പോ the region enclosed ഉണ്ടോ? ഈ കോഡിന്റെ ഇതിന്റെ ഇടയ്ക്കുണ്ടാവുന്ന റീജിയൻ വിളിക്കുന്ന പേരാണ് എന്ത്? സെഗ്മെന്റ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? സെഗ്മെന്റ്. അതിനെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോഡ് ഈ സർക്കിളിനെ രണ്ട് റീജിയനായിട്ട് ഡിവൈഡ് ചെയ്തു. രണ്ട് റീജിയൻ, ദാറ്റ് ഈസ് സെഗ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ചോദിക്കും, അപ്പൊ ഇതിന്റെ ഭാഗത്തൊരു ഇതില്ലേ, ഇതും ഒരു സെഗ്മെന്റ് ആണ്, ഇതും ഒരു സെഗ്മെന്റ് ആണ്, ഇത് സെഗ്മെന്റ് ആണ്. ഈ റീജിയനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്താ? സെഗ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ സെഗ്മെന്റ് ചെറുത്, ഇത് വലുത്. അപ്പൊ ഇതിനെന്ത് വിളിക്കാം? ഇതിനെ മൈനർ സെഗ്മെന്റ്. അപ്പൊ ഇതിനെന്ത് വിളിക്കാം? മേജർ സെഗ്മെന്റ്. അപ്പൊ സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെഗ്മെന്റ് ഈസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ എ കോഡ് ആൻഡ് ആർക്ക്. ഒരു ആർക്കിന്റെയും കോഡിന്റെ ഇടയ്ക്കുള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്?
സെഗ്മെന്റ് എന്ന് പറയുന്നത്. സെഗ്മെന്റ്. ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇതും നമ്മുടെ ഒരു അറിവിലേക്കായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രം. ക്ലിയർ? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ആസ്പദമാക്കി 2 കണക്കുകൾ നമ്മൾ ചെയ്തു. നമുക്കറിയാം, ഇൻ ദിസ് പിക്ചർ ബി സി ഇസ് എ ഡയമീറ്റർ. ബി സി ഒരു ഡയമീറ്റർ ആണ് സർക്കിളിൻ്റെ. അതിനേക്കാൾ ഉപരി മോർ ഓവർ ഇറ്റ് ഈസ് എ കോഡ് ഓഫ് ദ സർക്കിൾ. ഇറ്റ് ഈസ് എ കോഡ്. കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഈസ് നോൺ ആസ് എ കോഡ്. സോ ഡയമീറ്റർ ഇസ് ദ ലാർജസ്റ്റ് code in the circle. Here the diameter divides the circle into 2 parts, that is known as semicircle. And the important property that we have studied regarding this, the angle made by line joining the endpoints of a diameter to a point on the circle always 90 degree. അല്ലെങ്കിൽ ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബി സി ഡയമീറ്റർ ആണ്. ആ ഡയമീറ്റർ ഡി എന്നുള്ള ആ ഒരു പോയിന്റായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇവിടെ 90 ഡിഗ്രി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ? ഇനി നമ്മളത് എത്ര മൂവ് ആണെങ്കിലും അതെ, ആ ഡി എന്നുള്ള പോയിന്റ് നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യിച്ചാലും ഇസ് ദർ എനി ചേഞ്ച്? നോ ചേഞ്ച്. ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പം 90 ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നു വിചാരിക്കാം, അപ്പോഴും എത്ര തന്നെയാണ് വരുന്നത്? ആംഗിൾ 90 ഡിഗ്രി തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. അപ്പോൾ ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ എത്രയാണ് വരുന്നത്? ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ക്ലിയർ? ഇതാണ് നമ്മൾ അറിയണ കാര്യമാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സപ്പോസ് വി ഹാവ് അനദർ കോഡ്, ഇറ്റ് ഈസ് നോട്ട് എ ഡയമീറ്റർ. ഡയമീറ്റർ അല്ലാത്തൊരു കോഡ് വന്നിട്ട് അതിന് ഉണ്ടാകുന്ന ആംഗിളുകളുടെ പ്രത്യേകതയാണ് നമുക്ക് പഠിക്കേണ്ടത്. ക്ലിയർ? സോ യു ഡ്രോ എ സർക്കിൾ. ഹിയർ സി ഡി ഈസ് എ കോഡ്. സി ഡി ഒരു കോഡാണ്. അപ്പം സി ഡി കോഡായിപ്പോൾ ഈ സർക്കിൾ 2 പാർട്ടായി മാറിയിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം, സി എഫ് ഡി എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, സി ഇ ഡി എന്ന് പറയുന്ന പാർട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സി എഫ് ഡി എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്, സി എഫ് ഡി എന്ന് പറഞ്ഞാൽ ആ റീജിയൻ കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ അതിനെ സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സി ഡി എന്ന് പറഞ്ഞ ഏരിയ കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ അതിനെ മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മേജർ സെഗ്മെന്റും മൈനർ സെഗ്മെന്റ് എന്ന് പറയാം. പക്ഷേ സി എഫ് ഡി എന്ന് പറയുന്ന ആ ഒരു ഒറ്റ പോർഷൻ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ അതിനെന്താ പറയുക? ആർക്ക് ഓഫ് എ സർക്കിൾ എന്ന് പറയാം. എന്താണ്? ആർക്ക്. സി എഫ് ഡി ആർക്ക്. അതുപോലെ സി ഇ ഡി എന്ന് പറയുന്നത് ആർക്ക്. അപ്പോൾ ഇവിടെ വലിയൊരു ആർക്കുണ്ട്, ഒരു ചെറിയ ആർക്കുണ്ട്. അതുകൊണ്ട് അതിനെ മേജർ ആർക്ക്, മൈനർ ആർക്ക് എന്ന് പറയാം. അതിൻ്റെ ഉള്ളിലുള്ള റീജിയനെയാണ് നമ്മൾ സെഗ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ പറയാം. ഇവിടെ നമ്മൾ കോഡ് സർക്കിളിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 2 പാർട്ടും തുല്യമാണോ? അല്ല. സോ ദേ ആർ ഡിഫറെൻറ്റ് സൈസാണ്. സോറി. ഇനി നേരത്തെ പോലെ നമ്മളിവിടെ ഒരു ആംഗിൾ നമ്മൾ ഉണ്ടാക്കാൻ നോക്കാം. സി ഇ ഡി ഒരു ആംഗിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ക്ലിയർ? യു ഡ്രോ ദാറ്റ് വൺ. എന്നിട്ട് ആ ആംഗിൾ മെഷർ ചെയ്തോളൂ. മെഷർ ചെയ്തോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ വരച്ചു. നിങ്ങൾ സി ഇ ഡി എന്നുണ്ടായ ഒരു ആംഗിൾ നിങ്ങൾ മെഷർ ചെയ്തു. ഓക്കെ. ഡിഡ് യു മെഷർ? ഓക്കെ, അത് എഴുതി വയ്ക്കാം. എനിക്ക് 51 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ടുക്ക് അനദർ പോയിന്റ് ജി എടുത്തു. And I am constructing again another angle CGD construct ചെയ്തു. You measure the angle. Measure the angle. CGD വരച്ചു. You measure the angles. 51. നിങ്ങൾക്ക് നിങ്ങളത് എഴുതാം. And I am taking another point H. Measure the angle. ആ 54 ഡിഗ്രിയാണ് കേട്ടോ. 51 അല്ല, 54 ഡിഗ്രിയാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എഴുതിക്കോളൂ.
ഓക്കെ, ഇപ്പൊ നോക്കൂ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ കോഡ് ഏതായിരുന്നു? സി ഡി. കോഡ് എന്തായിരുന്നു? സി ഡി ആയിരുന്നു. ഈ സി ഡി, അതിലത്തെ സി ഡിയുടെ എൻഡ് പോയിന്റ്സ്, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ആംഗിൾസ് കിട്ടിയിട്ടുണ്ടാവും. ആർ ദേ ആർ ഓൾ ഈക്വൽ ഓർ നോട്ട്? അത് മാത്രമാണ് ചോദ്യം. ഈക്വൽ ആണോ? ഓക്കെ. ഇനി ഈ സി ഡി ഈ ഒരു പ്രദേശത്ത്, അതായത് നമ്മുടെ വലിയ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗമാണിത്. സെഗ്മെന്റ് കണ്ടോ? വലിയ സെഗ്മെന്റ്, അടിയിൽ ചെറിയ സെഗ്മെന്റ്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ആംഗിളുകളും എനിക്ക് കിട്ടിയ സെയിം ആണ്, നിങ്ങൾക്ക് കിട്ടിയതോ സെയിം ആയിരിക്കും. ഇസ് ദർ എനി ചേഞ്ച്? നിങ്ങൾ എത്ര പോയിന്റ്സുകൾ വേണമെങ്കിൽ എടുത്ത് വരച്ചു നോക്കിയോളൂ. ഇതുപോലെ ഡിഫറെൻറ്റ് പോയിന്റ്സ് എടുക്കുക, സിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക, എന്നിട്ട് ആംഗിളുകൾ സെയിം ആണോ എന്ന് പരിശോധിക്കുക. ഒന്ന് പരിശോധിച്ച് നോക്കിയോളൂ. പക്ഷെ ഇനി വേറെ പോയിന്റ്സ് എടുക്കുന്നില്ല, കാണിച്ചു തരാം, നോക്കാം നമുക്ക്. ഇതേ മാറുന്നുണ്ടോ നോക്കിയോളൂ. 54 ഇതാ. അതെ, ഈ ജി എന്നുള്ള പോയിന്റിനെ നമ്മൾ എവിടേക്ക് വേണമെങ്കിലും മാറ്റുകയാണ്. 54 ആണ്, ഇവിടെ കൊണ്ടുവരികയാണ്. ഇതേ ഡിയുടെ തൊട്ടടുത്ത് വരെ കൊണ്ട് നോക്കാം, 54 ആയിരിക്കും. 54 ഇതേ ജിയുടെ തൊട്ടടുത്ത് വരെ കൊണ്ടുവന്നു, തൊട്ടടുത്ത് വരെ അതിൽ കാണാത്തോണ്ടാണ് 54. നിങ്ങൾ ഇത്തരത്തിലുള്ള പോയിന്റുകൾ വേറെ എടുത്ത് നോക്കിയോളൂ. എവിടെ പോയാലും ഈ ആംഗിൾസ് എത്ര തന്നെയായിരിക്കും? അതെന്തായിരിക്കും? 54 തന്നെയായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ആംഗിൾ അല്ലേ? അപ്പോൾ ഒരു സെഗ്മെന്റിൽ വരുന്ന എല്ലാ ആംഗിളുകളും എന്താണ്? സെയിം ആണ്. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്, ഒരേ സെഗ്മെന്റിൽ വരുന്ന എല്ലാ ആംഗിളുകളും തുല്യമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വലിയ സെഗ്മെന്റ് അല്ലേ പരീക്ഷിച്ചത്. ഇനി നമുക്കിവിടെ ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്. ഇവിടെ ഏതാണ്? CFD എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സെഗ്മെന്റ്. അവിടെ നമുക്ക് നോക്കാം. നമുക്ക് അവിടെ നിന്ന് എടുത്ത് നോക്കാം. നിങ്ങൾ ഇതുപോലെ വരയ്ക്കൂ. അതർ സെഗ്മെന്റിലെ ആംഗിൾ ഒന്ന് വരച്ചു നോക്കൂ. നിങ്ങൾക്ക് എത്ര കിട്ടിയ നോക്കൂ. മറ്റേ സെഗ്മെന്റിൽ എടുത്ത് നോക്കി. നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. മെഷർ ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയത് 126 കിട്ടി. 126. അത് കോഡിൻ്റെ മറ്റേ സെഗ്മെന്റിൽ. നേരത്തെ കിട്ടിയത് മേജർ സെഗ്മെന്റിലായിരുന്നു, ഇപ്പോൾ കിട്ടിയത് മൈനർ സെഗ്മെന്റിലാണ്. ഇനി നമുക്ക് ഇതുപോലെ നിരവധി പോയിന്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിയോളൂ. അതെ, മാഷ് നോക്കുകയാണ്. ഇസ് ദർ എനി ചേഞ്ച് ഇൻ ദിസ് ആംഗിൾ? ആംഗിൾ മാറ്റം ഉണ്ടോ? അതെ, എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതിന് എവിടേക്ക് വേണമെങ്കിലും മാറ്റാം. മാറ്റുമ്പോൾ മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇസ് ദർ എനി ചേഞ്ച്? ഇത് മാറ്റുക, മാറുന്നില്ല കണ്ടോ? പക്ഷേ ഈ പോയിന്റ് ഡി വരെ 126 ആയിരിക്കും. ഡിക്ക് മേലേക്ക് പോയാൽ എന്തായിരിക്കും? അത് ഡിക്ക് മേലെ പോയാൽ എന്തായിരിക്കും? 54. എന്താ കാരണം? നേരത്തെ പറഞ്ഞു ആംഗിൾ ഇൻ ദ സെയിം സെക്കൻഡ്. കണ്ടോ? ഇതാ 126. ഇതിങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ 54 ആവും. അടിയിലേക്ക് പോകുമ്പോൾ എത്രയായിരിക്കും? 126 ആയിരിക്കും. 126. അപ്പോൾ നമ്മളിവിടെ പഠിച്ച പ്രധാനപ്പെട്ട ഓക്കെ. അപ്പോൾ നമ്മളെ ഫോർത്ത് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോവാണ്. ഫോർത്ത് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് നോക്കാം. CFB എന്ന് പറഞ്ഞ ആർക്ക് അല്ലേ? CFB എന്ന് പറഞ്ഞ ആർക്ക്, അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇപ്പുറത്ത് കാണുന്നത്. ഏതാണത്? അത് CEB എന്ന് പറയാം, CHB എന്ന് പറയാം, CGB എന്ന് പറയാം അല്ലേ? അപ്പോൾ ഈ ആർക്കിൻ്റെ എൻഡ് പോയിന്റ്സ്, അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളുകളും എന്താണ്?
സെയിം ആണ്. ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളുകളും സെയിം ആണ്. അതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആർക്കിന്റെ എൻഡ് പോയിന്റ് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളുകളും സെയിം ആയിരിക്കും. അപ്പോൾ CD എന്ന് പറയുന്ന CFB എന്ന് പറയുന്ന ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളുകളും എത്ര ആംഗിളുകൾ ഉണ്ടായാലും അതെല്ലാതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. തിരിച്ച് അതുപോലെ ഇപ്പുറത്തും പറ്റൂട്ടാ. ഇപ്പുറത്തും നമ്മള് ഇപ്പൊ CFB ആ ഭാഗത്തും ആംഗിളുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നിങ്ങൾ വരച്ച് നോക്കേണ്ടതാണ്. ക്ലിയർ? അപ്പൊ ഇത് ഈ കംപ്ലീറ്റ് നിങ്ങൾ സ്വയം വരച്ച് ഇത്തരത്തിൽ കണ്ടെത്തിയാണ് നമ്മൾ നിഗമനത്തിലേക്ക് എത്തേണ്ടത്. അതാണ് നമ്മുടെ ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത്. ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. കണ്ടോ? സെയിം ഓൾട്ടർനേറ്റ് ആർക്കുകളിലാണ് എല്ലാതും വരുന്നത്. ആ രീതിയിൽ അതെല്ലാതും ഈക്വൽ ആയിട്ട് നമുക്ക് പറയുകയും ചെയ്യാൻ സാധിക്കും. ഓക്കെ.